ഈച്ചകൾ വളരെയധികം വയലൻ്റാണ്. തൽക്കാലം ഇതാണ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത കണിക്കൂട്. ഈ ഒരു കണിക്കൂടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പരാജയത്തിൻ്റെ കയ്പ് നീർ തന്നെയായിരിക്കും ഇതിനകത്തും കുടിക്കേണ്ടി വരിക എന്നുള്ള ചിന്തയാണ് എന്നെ ഇതിനകത്തും അലട്ടുന്നത്. പക്ഷേ എന്നെങ്കിൽ നമുക്ക് നോക്കാതിരിക്കാനാവില്ലല്ലോ. ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും പരാജയത്തിൻ്റെ കഥകൾ മാത്രം പറയുന്നതാണ്. എപ്പോഴെങ്കിലും പടവുകൾ ചവിട്ടിക്കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ കൂടുന്ന് തുറന്നു നോക്കാം. അതിൻ്റെ നീളമേറിയ വാൽവ് തന്നെയാണ് ഇവിടെ പ്രശ്നമാകാൻ സാധ്യത. യോനകനുറുമ്പിൻ്റെ കഥയുണ്ടല്ലോ ഇതിനകത്ത്. ഉറുമ്പും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ നീളമേറിയ വാൽവ് ഉണ്ടോ? ഇത്രയും വലിയ വാൽവ് ഇട്ടത് തെറ്റായ തീരുമാനമാണെന്നാണ് ഈ തുറക്കണം. നല്ല ശല്യമാണ്. ഈച്ചകൾ വളരെയധികം വയലൻ്റാണ്. തൽക്കാലം ഇതിവിടെ വെച്ചിട്ട് മാറുന്നതായിരിക്കും ബുദ്ധി. കാരണം വല്ലാതെ ഇതുങ്ങൾ വയലൻ്റാണ്. എന്നെ ആക്രമിക്കുക. അയ്യോ, പണി കിട്ടിയല്ലോ. മഴ വീഴുകയാണ്. ഇവിടെ മഴ വീഴുന്ന ഒരു എന്തായാലും നമുക്ക് അങ്ങ് അപ്പുറം കൊണ്ട് തുറക്കാം. ഇതാണ് നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഇതിനകത്തൊന്നുമില്ല. ഇത് രണ്ട് പാർട്ടായിട്ടാണ്. അപ്പുറത്ത് കുറച്ച് റാണിയൊന്നും വന്ന് മുട്ടയിട്ടിട്ടില്ല. ഇതും പരാജയ. റാണി വന്നിട്ടില്ല, മുട്ടയിട്ടില്ല. കുറച്ച് തേനും പൂമ്പൊടിയും വെച്ചതല്ലാണ്ട് ഒരു കുന്തവും ചെയ്തിട്ടില്ല. റാണി വരാതെ കണിക്കൂടി ചെയ്തിട്ടില്ല. അങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് വാൽവിന് നീളം കുറച്ച് റീസെറ്റ് ചെയ്യും. നീളമുള്ള വാൽവ് വെച്ചിട്ട് കൂടെ വിജയിക്കില്ല. അപ്പൊ എന്തായാലും ഇത്രയും വരാവും. സെറ്റ് ചെയ്തു. ഇതിങ്ങനെ സെറ്റ് ചെയ്തു. ഇതിവിടെ കെട്ടി വെക്കണം.